ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്തുണ്ടാക്കിയ അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചതച്ചെടുക്കണം. ആദ്യമേ ഒരു കഷ്ണം ഇഞ്ചി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയൊന്നും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലും കരളും എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതൊരു പകുതി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 8-10 വിസിൽ വരണം കേട്ടോ. എന്നാലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം അടുപ്പിലേക്ക് മാറ്റാം. കുക്കർ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറച്ചി വെന്ത് വരട്ടെ. നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ് ഇറച്ചി വേവിക്കാനായിട്ട്. അതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അതതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരട്ടെ. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. വളരെ കുറച്ച് പൊടികൾ ചേർത്താൽ മതി കേട്ടോ. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, ഇറച്ചി മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടത്തരം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. 3 ചേർത്ത്, വലുതാണെങ്കിൽ 2 മതി. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇറച്ചി വേവിച്ചത്. പക്ഷേ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ ചേർത്തിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും മതി.
ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റ പാലേ ഉള്ളൂ കേട്ടോ, 1-ാം പാൽ 2-ാം പാൽ എന്നിങ്ങനെയില്ല, ഒറ്റ പാലേ ഉള്ളൂ. അങ്ങനെ 1 കപ്പ് പാലാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ തീയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.